പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ പ്രഭാതത്തിനായി ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾക്ക് കൊണ്ട് അധികം പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. വിശുദ്ധ തിരുവെഴുത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പ്രബോധിപ്പിച്ചെഴുതുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ ഉവ്വ് എന്ന് മാത്രം. ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരു സന്ദർഭത്തിൽ ഇല്ല എന്നും പറയുന്ന ഒരുവനല്ല നമ്മുടെ ദൈവം. പൗലോസ് അപ്പോസ്തലൻ വളരെ സവിസ്തരമായി പ്രഖ്യാപിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനത്രേ, വിളിച്ച ദൈവം അവൻ വിശ്വസ്തനത്രേ, അന്ത്യം വരെ നിന്നെ നടത്തുവാൻ കർത്താവ് ശക്തനത്രേ. എബ്രായ ലേഖനം 11 ഇപ്രകാരം നാം വായിക്കുന്നു, യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ ദൈവമാണ്. ഹി ഈസ് ദ എറ്റേണൽ ഗോഡ്, ഒരിക്കലും അൺചേഞ്ചിങ് ഗോഡ്, മാറ്റമില്ലാത്ത ദൈവമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ നിങ്ങളോടൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നിവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവമത്രേ ഈ ബൈബിൾ പ്രഖ്യാപിക്കുന്ന യേശു. അബ്രഹാമിനോട് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാമേ, ഞാൻ വാഗ്ദത്തം പറയുക മാത്രമല്ല, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിർവഹിക്കുവാൻ കൂടി നിവർത്തിക്കാൻ കൂടി കഴിവുള്ള ദൈവമത്രേ. ഒരിക്കൽ ദൂതൻ മറിയോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മറിയേ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഞാൻ നിന്നോടൊരു വാഗ്ദത്തം പറയട്ടെ, ഒരു ദൂത് പ്രഖ്യാപിക്കട്ടെ, നീ ഒരു വിശുദ്ധ സന്തതിക്ക് ജന്മം നൽകും. ആ സഹോദരി പ്രകാരം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ദൂതൻ പറഞ്ഞു, ലോകത്തിന്റെ മാനദണ്ഡം പ്രകാരമല്ല, പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകാരമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഒരു ദൈവിക വിടുതലിന്റെ മറ്റൊരു പരിഹാരം സഹോദരിയോട് ദൂതൻ പ്രഖ്യാപിക്കുന്നു. നിന്റെ ചർച്ചയിൽപ്പെട്ട എലിസബത്ത്, അവൾ മച്ചിയായിരുന്നു. ആ വർത്തമാനം നിനക്കറിയാം. അവൾ ഇപ്പോൾ ഗർഭം ധരിച്ചു. അതുപോലെ നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ വാഗ്ദത്തം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. ഞാൻ ആമുഖമായി പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവം നിങ്ങളെ ഈ വിശുദ്ധ വിളി കൊണ്ട് ഈ ദൈവരാജ്യത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ വിലയേറിയ അതിമഹത്തായ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നൽകി സമ്പന്നതയിലേക്ക്, ഉയർച്ചയിലേക്ക്, മഹിമയിലേക്ക്, മഹത്വത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ കൂടി കഴിവുള്ള ഒരു കർത്താവത്രേ ഈ യേശു. അവൻ നിങ്ങളെ വിളിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, എൻ്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. നിങ്ങളെക്കുറിച്ച് കർത്താവ് ഒരു ശുഭഭാവി പ്രതീക്ഷിക്കുന്നു. സങ്കീർത്തനം 49 ഇപ്രകാരം നാം വായിച്ചു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ അവ ഏറ്റവും ശ്രേഷ്ഠമാണ്. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ശുഭത, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഉയർച്ച, കുടുംബജീവിതത്തിലെ മഹിമ, നിങ്ങളുടെ തലമുറയുടെ ശ്രേഷ്ഠത, അവരുടെ നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല കുടുംബജീവിതം, നല്ല ഭാവിയൊക്കെ ആഗ്രഹിക്കുന്ന അതൊക്കെ നൽകി നിങ്ങളെ സമാധാനത്തോടെ ഈ തലമുറയിൽ നിങ്ങളെ നടത്തുവാൻ കഴിവുള്ള ദൈവം. അവനത്രേ ഈ പകൽക്കാലം നിങ്ങളെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ യോസേഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ വലിയ ഉയർച്ചയുടെ, വലിയ അനുഗ്രഹത്തിന്റെ വലിയ വലിയ ദൂതുകൾ ദൈവാത്മാവ് അവന് നൽകി. ഒരു ദർശനം അവന് നൽകി. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്, നീ നന്മ പ്രാപിക്കുമെന്ന്, നിനക്ക് വലിയ ഭാവി ഉണ്ടാവുമെന്ന്, അത് നിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും വലുതായിരിക്കുമെന്ന്, നീ ശ്രേഷ്ഠനായി തീരുമെന്ന്, നിന്റെ പിതൃ കുടുംബത്തിൽ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടനായി, നിന്റെ സ്ഥാനം 1-ാമത്തെ സ്ഥാനമായി തീരുമെന്ന്, സകലരാലും നീ മാനിക്കപ്പെടുമെന്ന്, വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദർശനം. എന്താണ് ദർശനം കണ്ടത്? താൻ സ്വപ്നം കണ്ടത് 17-ാമത്തെ വയസ്സിൽ താൻ ഇപ്രകാരം കണ്ടു. സഹോദരന്മാരും യോസേഫും എല്ലാം വയലിലായിരുന്നു. തൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിന്നു. ബാക്കി 11 കറ്റകൾ തന്നെ വീട് നമസ്കരിച്ചു. 17-ാമത്തെ വയസ്സിൽ തനിക്ക് സ്വപ്നം മാത്രം കാണുന്ന ആ ഒരു കൃപയെ ഉള്ളായിരുന്നു, ആ ഒരു വരമേ ഉള്ളായിരുന്നു. താൻ സ്വപ്നം കാണും. പക്ഷെ അന്നത്തെ സ്വപ്നം വ്യാഖ്യാനിച്ചത് തൻ്റെ സഹോദരന്മാരാണ്. നീ ഞങ്ങളെ വാഴുമോ? നീ ഞങ്ങളെ ഭരിക്കുമോ? നീ ശ്രേഷ്ഠനായി തീരുമോ? താൻ മൗനമായിരുന്നു. എൻ്റെ പൊന്നു ജ്യേഷ്ഠന്മാരെ, അതെനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ എനിക്കൊരു വാഗ്ദത്തം നൽകിയ, എന്നെ വിളിച്ച ഉയർച്ചയുടെ ദൂത് എനിക്ക് നൽകി
എൻ്റെ ഭാവി നാളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാമെന്ന് വാഗ്ദത്തം നൽകിയ ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. താൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചുറങ്ങി. ആ രാത്രിയിലെ ഏതോ ഒരു സമയത്ത് വീണ്ടും ഒരു ദർശനം തൻ്റെ പിതാവ്, തൻ്റെ സ്വർഗം തനിക്ക് നൽകി. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന എന്ന വലിയൊരു കാഴ്ചപ്പാട് താൻ ആ ദർശനം താൻ സ്നേഹിക്കുന്ന തൻ്റെ പിതാവിനോട് പങ്കുവെച്ചു.